കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഒരു വീഡിയോ, അതായത് വെറും 100 രൂപയുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം, ഒരു ചെറിയ ബിസിനസ് അവസരം. നിങ്ങൾ കണ്ടു കാണും. കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറിയാൽ ആ വീഡിയോ ലഭ്യമാണ്. അതിട്ടപ്പോൾ ഒരു വ്യക്തി വന്ന് ചോദിച്ചത്, എങ്കിൽ താങ്കൾക്ക് ഇത് ചെയ്തുകൂടെ, താങ്കൾക്ക് പണം വേണ്ടേ എന്നാണ് ചോദിച്ചത്. ശുദ്ധ ബാലിശം, ശുദ്ധ മണ്ടത്തരം എന്ന് എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ ഒരു പാഷനാണ്. എനിക്ക് 2 ബിസിനസ് ഓൾറെഡി ഉണ്ട്, ഓൺലൈനിൽ ഞാൻ ചെയ്യുന്നുണ്ട്. നേരത്തെയുള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ അതറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് മൂന്നാമതൊരു ബിസിനസ് ചെയ്യാൻ യാതൊരു താല്പര്യവുമില്ല. ഓൾറെഡി ഞാൻ ചെയ്യുന്നത് കൊണ്ട് എനിക്കതിൽ നിന്ന് നല്ല ലാഭം ലഭിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ കൂടുതലൊന്നും ചെയ്യാൻ പോകുന്നില്ല. അതായത് ഏതെങ്കിലും ഒരു വശത്ത് കുറച്ച് കൂടുതൽ ലാഭം ലഭിക്കും എന്ന് കണ്ടാൽ ഉടനെ അങ്ങോട്ട് ചാടി, ഇനി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വേറൊരെണ്ണം കണ്ടു അങ്ങോട്ട് ചാടി, അത് നടക്കില്ല. ഞാൻ ആ വ്യക്തിക്ക് മറുപടിയും അത് തന്നെയാണ് കൊടുത്തത്. ഇവിടെ വീഡിയോ ഇടുന്നത് ഇത് കാണാനും ഇത് ഇഷ്ടപ്പെടാനും ഇല്ലെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാനും ഒരുപാട് ആളുകളുണ്ട്. അവർ ചെയ്ത് നോക്കട്ടെ. താങ്കൾക്ക് താല്പര്യമില്ലെങ്കിൽ താങ്കൾ വിട്ടിട്ട് പോയേക്കുക, അത്രേ ഉള്ളൂ. ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. നന്ദി ആ കമന്റ് ഇട്ട ആളോട്. അപ്പോൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മൾ ചെറിയ ഒരു ബിസിനസിനെ കുറിച്ചാണ്. വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്, സ്റ്റുഡൻസിന്, സീനിയർ സിറ്റിസൺസ് ഉണ്ടെങ്കിൽ അവർക്ക്, അതായത് റിട്ടയർമെന്റ് ലൈഫൊക്കെ ആസ്വദിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു പണി ചെയ്ത് വരുമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ പോലും ഒന്ന് എൻഗേജ് ആയിരിക്കാൻ വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. വരുമാനം നല്ല രീതിയിലുണ്ട്, അതിൻ്റെ കൂടെ എൻഗേജ്മെന്റും ആകും. നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാനും അത് നല്ലതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ്. സ്ക്രീനിൽ ഈ പടങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു ഫുഡ് റിലേറ്റഡ് ബിസിനസ് ആണ്. കാരണം ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ പറയുന്നതിന് മുടക്കുമുതൽ വളരെ കുറച്ചു മതി. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ, നമ്മളുടെ അധികം പണം കളയാതെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സംഭവമാണെങ്കിൽ മുമ്പോട്ട് നീക്കുക. കാരണം പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, മാർക്കറ്റ് ചെയ്യാൻ അറിയണം. ആ മാർക്കറ്റിംഗ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. മാർക്കറ്റിംഗ് അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ മാർക്കറ്റിംഗ് അറിയാവുന്ന ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരണം. അല്ലാത്ത പക്ഷം അത് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ബിസിനസ്സും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അതർവൈസ് സാധാരണ ബിസിനസ് പോലെ ഒരു ഗുണവുമില്ലാത്ത ഒരു ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മളിവിടെ ചെയ്യാറുള്ളത്. ഇതും അത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഒരു കൂട്ടാണ് ഇവിടെ പറയുന്നത്. ആ കൂട്ട് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കൂട്ട് കേൾക്കുന്നത് എങ്കിൽ അതും കമൻറ്റിൽ പറയണം. കാരണം ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരുമ്പോൾ ഞങ്ങൾക്കത് കൂടുതൽ ഇൻസ്പിറേഷനാണ്. പിന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, ഇനി താല്പര്യമുണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഞങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേവർ കൂടിയാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് നോക്കാം. ഇത് മറ്റൊന്നുമല്ല, നമ്മളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സാമ്പാർ മസാല. സാമ്പാർ മസാല കൂട്ടാണ് എന്നിവിടെ പറയുന്നത്. സാമ്പാറൊക്കെ എല്ലാവരും വെക്കും. ഏതാണ്ട് ഒരു ജനറേഷന് മുമ്പുള്ള സ്ത്രീകൾക്ക് കൃത്യമായിട്ട് അതിന്റെ കൂട്ടുകൾ അറിയാമായിരുന്നു. എന്നാൽ ഇന്നുള്ള കുട്ടികൾക്ക്, ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ മുതിർന്നു വരുന്ന പെൺകുട്ടികൾക്ക്, വീട്ടമ്മമാർക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എങ്ങനെയെങ്കിലും കലക്കി അങ്ങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു കൂട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ സാമ്പാർ മസാല ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ട്. പക്ഷെ ആ മസാല ഉപയോഗിച്ച് നമ്മൾ വിചാരിക്കുന്ന സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും എന്ന് നിങ്ങൾ ധരിക്കരുത്. അതും ട്രൈ ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കൂട്ടാണ് പറയുന്നത്. ഈ കൂട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സാമ്പാർ അതിൻ്റെ മണമടിക്കുമ്പോൾ തന്നെ അത് കഴിക്കാൻ നമുക്ക് തോന്നും. തീർച്ചയായിട്ടും യാതൊരുവിധ പ്രിസർവേറ്റീവും ചേർക്കാതെ ചെയ്യുന്ന ഒരു പൊടി. എങ്കിൽ പോലും 3 മാസം വരെ ഇത് നിങ്ങൾക്ക് ഷെൽഫ് ലൈഫ് കിട്ടുന്ന ഒരു പൊടി. കാരണം അതിൻ്റെ പ്രിപ്പറേഷനാണ്. ടൈറ്റ് ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ 3 മാസം വരെ നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലാതെ ഉപയോഗിക്കാം. അതായത് എടുക്കുന്നു, വീണ്ടും ബോക്സ് അടയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൊടി. നിങ്ങളുടെ ചുറ്റളവിലുള്ള വീടുകളിൽ മാത്രം വിതരണം ചെയ്താൽ പോലും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്കൊരു സർക്കിൾ കാണുമല്ലോ. ഓരോ വ്യക്തിക്കും
ഓരോ സർക്കിളുണ്ട്. ഫാമിലിയിൽ 5-6 പേരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഓരോ സർക്കിളുണ്ട്. ഈ സർക്കിളിൽ മാത്രം നമുക്ക് ബിസിനസ് ചെയ്താലും വിജയിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്. ഇതിലൂടെയൊക്കെ അങ്ങ് ചറപറ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വിട്ടേക്കുക. 100 പേര് കണ്ടു കഴിയുമ്പോൾ ഒരാളെങ്കിലും പ്രതികരിക്കും, ഒരാളെങ്കിലും വാങ്ങിച്ചിരിക്കും. ആ ഒരാൾ വാങ്ങിച്ചാൽ അത് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ തന്നെ ബാക്കി പബ്ലിസിറ്റി എല്ലാം കൊടുത്തോളൂ. നിങ്ങളുടെ പ്രോഡക്റ്റ് ഒക്കെ അവർ വാങ്ങിച്ചോളൂ, അല്ലെങ്കിൽ അവർ വാങ്ങിപ്പിച്ചോളൂ. യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടി അവർ വർക്ക് ചെയ്യും. അതാണ് മൗത്ത് പബ്ലിസിറ്റിയുടെ ഗുണം. ഓക്കെ, നമുക്ക് പ്രോഡക്റ്റിലേക്ക് കിടക്കാം. സാമ്പാർ മസാല കൂട്ടാണ് എന്നിവിടെ പറയുന്നത്. കൃത്യമായിട്ട് ഒന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. വളരെ ചെറിയ ഒരളവാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ പ്രൊപ്പോർഷനേറ്റ്ലി അളവ് കൂട്ടിയെടുക്കുക. ഇല്ലെങ്കിൽ ഈ അളവിൽ ഉണ്ടാക്കി നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, 100% ഉറപ്പുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്യാവുന്നതാണ്. ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് കൊത്തമല്ലി. മല്ലി അതായത് റോ മല്ലി 1/4 കപ്പ് വേണം. 1/4 കപ്പ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് 125 ഗ്രാം ആണ്. ഈ കൊത്തമല്ലി എണ്ണയൊഴിക്കാതെ ഒരു പാനിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അത് ലോ ഫ്ലെയിമിലായിരിക്കണം. ഉള്ള തീയെല്ലാം കൂട്ടി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകില്ല. ലോ ഫ്ലെയിമിൽ ചെയ്ത് എടുക്കുക, മാറ്റിവെക്കുക. ഇനി രണ്ടാമത് വേണ്ടത് തുവരപ്പരിപ്പാണ്, 2 ടേബിൾ സ്പൂൺ. മൂന്നാമത് കടലപ്പരിപ്പ് വേണം, 2 ടേബിൾ സ്പൂൺ. നാലാമത് ഉഴുന്ന് വേണം, 2 ടേബിൾ സ്പൂൺ. അഞ്ചാമത് ജീരകം വേണം, 1 ടേബിൾ സ്പൂൺ. ആറാമത് ഉലുവ വേണം, 1/4 ടേബിൾ സ്പൂൺ. ഈ പറഞ്ഞ ഘടകങ്ങൾ, തുവര മുതൽ ഉലുവ വരെയുള്ള സാധനങ്ങൾ ഒരുമിച്ചിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. എണ്ണ ഒഴിക്കാതെ റോസ്റ്റ് ചെയ്തെടുക്കുക. അതും ലോ ഫ്ലെയിമിൽ ആയിരിക്കണം. അതും മാറ്റി വെക്കുക. ഇനി വേണ്ടത് കടുകാണ്. 1/2 ടേബിൾ സ്പൂൺ ആണ് കടുക് വേണ്ടത്. അതും ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്, 1 തണ്ട്. വേണമെങ്കിൽ അല്പം കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് കുരുമുളകാണ്, 1 ടേബിൾ സ്പൂൺ. ഒരു 20 വറ്റൽ മുളക്, അതായത് ഉണങ്ങിയ മുളക്. ഈ പറഞ്ഞ സാധനങ്ങൾ, ഈ 3 സാധനങ്ങൾ കൂടെ വീണ്ടും ഒരുമിച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഏതാണ്ട് റോസ്റ്റിംഗ് പരുവമാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി കായമാണെങ്കിൽ അതൊന്ന് ചതച്ചതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കുക. ടേസ്റ്റിനാണ് ഇട്ട് കൊടുക്കുക. ഇതും ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഈ ആദ്യം പറഞ്ഞ ഘടകങ്ങൾ തൊട്ട് മാറ്റി വെച്ചവ 2-3 ഐറ്റം ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുക, പൊടിച്ചെടുക്കുക. നിങ്ങളുടെ മിക്സി തൽക്കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാൽ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി വന്നാൽ മിക്സി പോരാ. അതിന് നമ്മൾ ഫ്ലോർ മില്ല് തന്നെ വാങ്ങിക്കേണ്ടി വരും. ഫ്ലോർ മില്ലുകളെ കുറിച്ചുള്ള വീഡിയോകൾ ധാരാളം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ചാനലിൽ കയറി സെർച്ച് ബോക്സിൽ ഫ്ലോർ മില്ല് ഇല്ലെങ്കിൽ പൾവറൈസർ എന്നടിച്ചു കൊടുത്താൽ ആ വീഡിയോകൾ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അവിടെ തന്നെ അത് വാങ്ങിക്കാനുള്ള ലിങ്കും ലഭിക്കും. നിങ്ങൾക്ക് ലോക്കലായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അതർവൈസ് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറിയാലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇവിടെ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ പൊടിക്കുക, നല്ല സോഫ്റ്റ് ആയിട്ട് പൊടിക്കുക. പൊടിച്ചു കഴിയുമ്പോൾ അതിനകത്ത് തരിതരി കാണും. അത് അരിച്ചിട്ട് വീണ്ടും പൊടിക്കുക. ഈ പൊടിച്ച സാധനം കൃത്യമായ അളവിൽ 50 ഗ്രാം, 100 ഗ്രാം, 200 ഗ്രാം, 1/2 കിലോ, ഈ കൃത്യമായിട്ടുള്ള അളവിൽ തണുത്തതിന് ശേഷം പാക്ക് ചെയ്യുക. പാക്ക് ചെയ്തതിന് ശേഷം പുറത്തൊരു ലേബൽ ഒട്ടിക്കുക. നിങ്ങളുടെ കമ്പനിയുടെ പേര്, നിങ്ങളുടെ ലോഗോ, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ, കൂടാതെ ഫുഡിൻ്റെ ലൈസൻസ് നമ്പർ, അതായത് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുക്കണം. ആ നമ്പർ കൂടെ അതിൻ്റെ പുറത്ത് ഒട്ടിക്കുക. അവിടെ 3 കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. ഒന്ന്, ബാച്ച് കോഡ് വരും, ഈ ബാച്ചിൻ്റെ നമ്പർ. ദെൻ ബാച്ച് ഡേറ്റ് വരും, മാനുഫാക്ചറിങ് ഡേറ്റ് വരും. അതായത് ഇന്നാണെങ്കിൽ 26/10/2023. എത്ര ദിവസത്തെ എക്സ്പയറി ആണ് പറഞ്ഞിരിക്കുന്നത്, ഷെൽഫ് ലൈഫ് ആണ് പറഞ്ഞിരിക്കുന്നത്, 3 മാസം. ഓക്കെ, നിങ്ങൾ 3 മാസം കൊടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ, പക്ഷേ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കി 3 മാസം കഴിഞ്ഞാണ് പ്രൊഡക്ഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. പക്ഷേ നിങ്ങൾ 3 മാസം കൊടുത്തില്ലെങ്കിൽ 45 ഡേയ്സ് കൊടുക്കും. ഹോം മെയ്ഡ് ആണ്, പ്രത്യേകം നിങ്ങളുടെ ലേബലിൽ കാണിച്ചിരിക്കണം. വീട്ടിലുണ്ടാക്കിയ കൂട്ടാണിത്. അപ്പോൾ 45 ഡേയ്സ് കൊടുക്കുക. അവിടെ താഴെ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഇത് തുറന്നു വെച്ചു കഴിഞ്ഞാൽ, കൂടുതൽ എയർ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പൂപ്പൽ പിടിക്കാനുള്ള
സാധ്യത വളരെ കൂടുതലാണ്. കാരണം പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഇതിനകത്ത് ചേർത്തിട്ടില്ല. എടുക്കുക, ടൈറ്റായിട്ട് അടയ്ക്കുക, എടുക്കുക, ടൈറ്റായിട്ട് അടയ്ക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇത്രയും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ട് ഒരു ലേബൽ അടിച്ച് അതിന്റെ മുകളിൽ ഒട്ടിക്കുക. ദെൻ വിൽക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു എവിടെ വിൽക്കണം, എങ്ങനെ വിൽക്കണം എന്നുള്ളത് നേരത്തെ പറഞ്ഞു. ആ രീതിയിൽ ചെയ്യുക. പലപ്പോഴും വീഡിയോ കാണുമ്പോൾ ആളുകൾ പറയുന്നുണ്ട് കുറെ അധികം വാചകം അടിച്ചതിന് ശേഷമാണ് കാര്യങ്ങൾ പറയാറുള്ളത് എന്ന്. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ കാര്യങ്ങളും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ തലച്ചോറിലത് റിഫ്രഷ് ആയിട്ട് വരികയുള്ളൂ. അതുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നതാണ്. കൂടുതൽ ലെങ്തി ആയി പോകുന്നത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഇതുകൊണ്ടൊക്കെയാണ്. അതിന് എന്നോട് ക്ഷമിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.